ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ജിയോമെട്രിയുടെ 6ാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. 0 to ഹീറോ ലെവൽ, ബേസിൽ നിന്നും ഹൈ ലെവൽ പോലെ ഫുൾ കൺസെപ്റ്റും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യുന്ന ഒരു ക്ലാസ് സീരീസാണിത്. ഏകലവ്യ ബാച്ചിലെ ഓൾറെഡി പെർസെൻറ്റേജിൻ്റെ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. LCM SCF കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേഷൻ സ്പീഡിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിയോമെട്രിയിലെ ആദ്യത്തെ 5 ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് വീഡിയോസ്, ഒരുപാട് കണ്ടന്റ് ഈ ചാനലിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക, അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് ആയിരുന്നു. ഒരുപാട് പേര് ആൻസർ പറഞ്ഞു. ഓപ്ഷൻ ബി 360, ഓപ്ഷൻ സി 540, ഓപ്ഷൻ ഡി 720 ആയിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ. പെൻഡഗൺ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 5 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 5 ഉള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ പെൻഡഗൺ എന്ന് പറയുന്നത്. നമ്മൾ ഫോമുല എല്ലാം പഠിച്ചതാണ്. n-2 × 180 ഡിഗ്രി ആണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ. n എന്ന് പറഞ്ഞാൽ 5 ആയതുകൊണ്ട് 5 - 2 3 × 180. പേന എടുക്കാതെ 540 എന്ന് എഴുതാൻ പറ്റണം. പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം വരരുത്. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യുക. ഡീറ്റെയിൽ സമ്മിൻ്റെ ക്ലാസ് കാണുക. 2 ക്ലാസ്സുകൾ ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അതായത് ഡെയിലി അരമണിക്കൂറിൽ എഴുതുക. അരമണിക്കൂറിൽ അത് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് അരമണിക്കൂർ ചെയ്യുക. ഓക്കെ, അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. സ്പീഡ് ഇമ്പ്രൂവ് ആയി നിങ്ങൾ എന്ത് ചെയ്യും, അത് സെറ്റ് ആയിക്കോളും. നെക്സ്റ്റ്, if the angle of a hexagon is x degree, x - 5 degree, x - 5 degree, 2x - 5 degree, 2x - 5 degree and 2x + 20 degree. അങ്ങനെ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ സൈഡ് എത്രയാണ്? 6 സൈഡുള്ള ഒരു ഹെക്സഗൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സിൻ്റെ നമ്പർ ഓഫ് സൈഡ് 6 ആണെങ്കിൽ ടോട്ടൽ ഇന്റീരിയർ ആംഗിളിൻ്റെ സം എത്ര ആയിരിക്കും? n-2 × 180, 6 - 2 4 × 180, 720 ഡിഗ്രി ആണ്. വേറൊരു ഡൗട്ടോടെ വരാൻ പാടില്ല. 6 - 2 4 × 180, അങ്ങനെയാണ് 720 വരുന്നത്. കാൽക്കുലേഷൻ ഡെയിലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 720 ഡിഗ്രിയുടെ വാല്യൂ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ചുമ്മാ x - 5 x - 5 അങ്ങനെ എഴുതരുത്. നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, പ്രോ ആയിക്കോട്ടെ, എങ്ങനെയുള്ളവരായാലും ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കരുത്. x 2x 3x 5x 7x 9x. ഇപ്പോൾ 9x ഉണ്ട്. -5 - 5 -10 -15 -20 +20 0 ആയിപ്പോയി. അത് എഴുതേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 9 ഇവിടെ കിട്ടുമ്പോൾ 8 9 72. എക്സിൻ്റെ വാല്യൂ 80 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഇപ്പോൾ എത്ര സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും സ്റ്റെപ്പ് നിങ്ങൾ കുറച്ചേ ചെയ്യാവും. ഇത് ഡയറക്റ്റ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റണം. അതായത് ഹെക്സഗൺ ആണ്, n6 ആണ്. പെൻ -2 നമ്മൾ 4 × 180 180 × 4 720 ആണ് ടോട്ടൽ വരുന്നത്. 2x 3x 5x 7x 9x. ഇവിടെ -20 +20 9x = 720. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 80. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പേന എടുക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ 2 റെഗുലർ പോളിഗൺസ് ഈസ് 1:2. ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ 1:2 ആണ്. If each interior angle of the first polygon is 120 degree, then the measure of each interior angle of the second polygon. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ആണ്, ഈച്ച് ഇന്റീരിയർ ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്റീരിയർ ആംഗിൾ ഫസ്റ്റ് പോളിഗണെ ഞാൻ എടുക്കുവാണെങ്കിൽ എല്ലാം പഠിച്ചതാണ്, പഠിച്ച കൺസെപ്റ്റ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓരോ ക്വസ്റ്റ്യനും നമ്മൾ പോളിഗണ് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ജോമെട്രിയുടെ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് എത്രമാത്രം കൺസൈസ് ആയിട്ടുള്ള ഏറ്റവും സെറ്റായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ ടൈപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ഫസ്റ്റ് പോളിഗൺ. അപ്പോൾ ഫസ്റ്റ് പോളിഗണിൻ്റെ ഇന്റീരിയർ ആംഗിൾ 120 ഡിഗ്രിയാണ്. എല്ലാ ഇന്റീരിയർ ആംഗിൾ റെഗുലർ പോളിഗൺസ് ആണ്. എന്താണ് റെഗുലർ പോളിഗൺ എന്നൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ 120 ആണ് ഇന്റീരിയർ ആംഗിളെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? ടോട്ടൽ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളോട് കൂട്ടുമ്പോൾ 180 ആണ് വരുന്നത്. പഠിപ്പിച്ചതാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര വരും? 60 വരും. എങ്കിലേ സമ്മ 180 വരത്തുള്ളൂ. അപ്പോൾ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ 60 ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിൾ 360 ആണ്. ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ 60 ആണെങ്കിൽ 360/60 6 സൈഡായിരിക്കും നമുക്ക് എവിടെ ഉള്ളത്? ഫസ്റ്റ് പോളിഗൺ ഉള്ളത്. അപ്പോൾ ആ സൈഡിനെ സൂചിപ്പിക്കുന്ന റേഷ്യോ ആണ് 1:2. അതായത് ഒന്നാമത്തെ പോളിഗണിന് 1 യൂണിറ്റാണ് സൈഡ് ഉള്ളത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോളിഗണിന് 2 യൂണിറ്റാണ് സൈഡ് ഉള്ളത്. 1 യൂണിറ്റ് സൈഡിൻ്റെ വാല്യൂ ആണ്, ഒന്നിൻ്റെ വാല്യൂ ആണ് 6 സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ 2ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. അതായത് രണ്ടാമത്തെ പോളിഗണിന് 12 സൈഡാണുള്ളത്. അതിൻ്റെ ദെൻ ദ മെഷർ ഓഫ് ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് ദ സെക്കൻഡ് പോളിഗൺ. ഇപ്പോൾ സെക്കൻഡ് പോളിഗണിൻ്റെ ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് പോളിഗണിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാം. ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ EEA എന്ന് പറഞ്ഞാൽ എന്താണ്?
360 ടോട്ടൽ, അതിൽ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി. ഇപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ എഴുതുന്നത്. 30 ഡിഗ്രിയാണ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് സെക്കൻഡ് പോളിഗൺ. അങ്ങനെയാണെങ്കിൽ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളോട് കൂട്ടുന്നത് 180 വരണം, എങ്കിൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 150 ഡിഗ്രി ആയിരിക്കും സെക്കൻഡ് പോളിഗണിൻ്റെ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ. പക്ഷേ ഇത്രയൊക്കെ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സ്റ്റെപ്പ് കുറച്ച് എഴുതുക. സ്റ്റെപ്പ് കുറച്ച് തന്നെ ബിഗിനറായി പഠിക്കുന്നവർ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ അത് വലിയൊരു നമ്മളെന്താ പറയുന്നത്, ഭയങ്കര ഒരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ സ്റ്റെപ്പ് സ്കിപ്പിങ്ങോ പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡോ ഒന്നും ചെയ്തില്ല. എക്സും വൈയോ ഒക്കെ ഇട്ടങ്ങ് പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. മാത്സ് ഫുൾ മാർക്ക് വാങ്ങിയാലേ ഇപ്പോൾ ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കും. 30 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 25 ദിവസമേ ഉള്ളൂ പ്രിലിംസിൽ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് 2 പോളിഗൺ. നമ്പർ ഓഫ് സൈഡ് ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ ഫസ്റ്റ് പോളിഗൺ 120 ആണെങ്കിൽ ബാക്കി മൈൻഡ് ചെയ്യുക. ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ 60 ആയിരിക്കും. ഇപ്പോൾ 360/60 ചെയ്താൽ നമ്പർ ഓഫ് സൈഡ് കിട്ടും. 1ൻ്റെ വാല്യൂ 6 ആണെങ്കിൽ 2ൻ്റെ വാല്യൂ 12 ആണെങ്കിൽ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ 360/12 30 ആണ്. ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്? 150 ഡിഗ്രി. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പെൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് പേന എടുക്കാതെ ചെയ്തിട്ടേ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പഠിക്കാൻ പോകൂ എന്നുള്ളൊരു നിശ്ചയം എടുക്കുക. പെൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊള്ളും. മൈൻഡ് സ്പീഡാകാൻ വേണ്ടി ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഡെയിലി തന്നെ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇതിൻ്റെ തിയറി എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. A10, B12, C15, D8. ആൻസർ പറഞ്ഞേ. ഇൻ എ റെഗുലർ പോളിഗൺ, if an exterior angle is equal to 4 times the if an interior angle equal to 4 times the exterior angle, find the number of sides. ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഇന്റീരിയർ ആംഗിൾ 4 ടൈംസ് ആണ്, 4:1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളോട് കൂട്ടുന്ന സം എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇവിടെ 5 യൂണിറ്റ് ആണ് നമുക്ക് 180 ഡിഗ്രി ഒറിജിനൽ വരുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 36 വരും. 36 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിന് വേണ്ടി നമുക്ക് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 1ൻ്റെ വാല്യൂ എത്രയാണ്? 36 ഡിഗ്രിയാണ്. അങ്ങനെ ടോട്ടൽ എത്ര ഡിഗ്രിയാണുള്ളത്? 360 ഡിഗ്രിയാണ് ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ്. അതേ ഡിവൈഡ് ബൈ 36 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സൈഡ് കിട്ടും. 10 സൈഡായിരിക്കും ആ ഒരു പോളിഗണിനുള്ളത്. പക്ഷേ ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പെയിൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? 4:1 ആണ് റേഷ്യോ. ടോട്ടൽ 5ൻ്റെ വാല്യൂ 180 ആണ്. 1ൻ്റെ വാല്യൂ 36 ആണ്. 36 ആണ് 1ൻ്റെ വാല്യൂ എങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ടോട്ടൽ 360 ആണുള്ളത്. അങ്ങനെ 36 വെച്ച് 360 ആവാൻ വേണ്ടി എത്ര സൈഡ് വേണം? 10 സൈഡ് വേണം. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള പല എക്സാംസ്, റെയിൽവേ, SSC എക്സാമുകൾക്ക് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. പിന്നെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15, 12. ഓപ്ഷൻ ബി 5, 4. ഓപ്ഷൻ സി 10, 8. ഓപ്ഷൻ ഡി 20, 16. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ അർജുന ബാച്ചും കംപ്ലീറ്റ് ആക്കി പോവുക. ബാക്കി ക്ലാസ്സിലെല്ലാം കംപ്ലീറ്റ് ആക്കി പോയാൽ നിങ്ങളുടെ മാത്സ് ഫുള്ള് സെറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. The number of sides in 2 regular polygons are in the ratio 5:4 and the difference between each interior angle of the polygon is 6 degree and the number of sides. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ. ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ് 5:4 അപ്പോൾ 5:4 ഓപ്ഷൻ നോക്കണം. ഇത് 5:4 ആണ്, 5:4 ആണ്, 5:4 ആണ്, 5:4 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ ഈച്ച് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻറ്റീരിയർ ആംഗിൾ, സെക്കൻഡ് ഇൻറ്റീരിയർ ആംഗിൾ, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് 2 റെഗുലർ പോളിഗൺ. ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് ദ പോളിഗൺ ഈസ് 6 ഡിഗ്രി. അപ്പോൾ 6 ഡിഗ്രി ഡിഫറൻസ് ഉള്ള ഓക്കെ, നമുക്കിവിടെ ഓപ്ഷൻ ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ എഴുതി ഒരുപാട് എഴുതേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് സൈഡാണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ 5:4. ഇതിൽ നമുക്ക് കാര്യമൊന്നുമില്ല. 15, 12 ആണ് സൈഡ് എന്ന് വെച്ചോ. 15, 12 സൈഡ് ആണെങ്കിൽ ഓപ്ഷൻ എ എടുത്തു. എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? എക്സ്റ്റീരിയർ ആംഗിൾ, ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ 360/15. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. 360/15. 15, 2, 24 കിട്ടും. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും? ഇൻറ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും? 180 ഇത് കുറയ്ക്കാം, 156 കിട്ടും. ഇനി രണ്ടാമത്തെ കേസിൽ 12 ആണെങ്കിലോ, 12 ആണ് സൈഡെങ്കിൽ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും? 360/12. ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ടതാണ്. 30 ഡിഗ്രി കിട്ടും. ഇൻറ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും? ഇൻറ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും? 180 -30 -30 150 കിട്ടും. അതായത് ഫസ്റ്റിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ 156 ആണെങ്കിൽ
സെക്കൻഡ് ഇൻറ്റീരിയർ ആംഗിൾ 150 കിട്ടി. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റീരിയർ ആംഗിൾ എന്ത് കിട്ടി? 6 ഡിഗ്രി കിട്ടി. കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ. നിങ്ങൾ അടുത്ത 5 4 എടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. വേണമെങ്കിൽ എഴുതി നോക്കാം. 365 364 നോക്കുക. എന്നിട്ട് ഇൻറ്റീരിയർ ആംഗിൾ എടുത്തിട്ട് ഡിഫറൻസ് നോക്കുക. 6 കിട്ടത്തില്ല. സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 15 12 ആ ഒരു നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓപ്ഷൻ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിനെ ഓപ്ഷൻ ഒന്നിൽ നോക്കുക. 320/15 320/15 എന്ന് പറയുമ്പോൾ 2 മൈൻഡിൽ തന്നെ ചെയ്യാൻ നോക്കുക. 24 മറ്റേത് 156 വരും. മറ്റേ രണ്ടാമത്തെ വേണമെങ്കിൽ എഴുതിക്കോ, 156 എഴുതാം. രണ്ടാമത്തെ കേസിൽ 30 വരും എന്ന് വെച്ചാൽ 150 വരും. ഡിഫറൻസ് 6 വന്ന് കൺഫേം ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സീഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 300 ഈച്ച് എക്സീഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 360 ഡിവൈഡഡ് ബൈ n. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 98, ഓപ്ഷൻ സി 4950, ഓപ്ഷൻ ഡി 4850. ക്വസ്റ്റൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ ഹാവിംഗ് 100 സൈഡ്സ്? ഡയഗണലിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n-3/2 ആണ്. ഇവിടെ ഡയഗണൽസ് എന്ത് കിട്ടും? 100 ഇൻറ്റു 100 - 3 97 ഡിവൈഡ് ബൈ 2, അതായത് 50 × 97 97 എന്ന് പറയുമ്പോൾ 450 35 485. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ തരാം. ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 12. എന്ത് കിട്ടും ആൻസർ? എ പോളിഗൺ ഹാസ് 27 ഡയഗണൽസ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡയഗണൽസ്? n ഇൻറ്റു n-3/2 ആണ് 27. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ 54 വരും. ഓപ്ഷൻ അത് നോക്കാം. ഓപ്ഷൻ എ കൊടുത്താൽ 9 ഇൻറ്റു 9 - 3 9 × 6 സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ വഴി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. നിങ്ങൾ കോഡായിരിക്കൊന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യണം. 5 പോയിന്റ് സ്റ്റാർ. ഓപ്ഷൻ എ തരാം 160 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 240 ഡിഗ്രി, ഓപ്ഷൻ ഡി 300 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് n പോയിന്റ് സ്റ്റാറിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? n-4 ഇൻറ്റു 180 ഡിഗ്രിയാണ്. ഇവിടെ 5 പോയിന്റ് സ്റ്റാർ ആണെങ്കിൽ n വരെ ഒന്ന് കൊടുക്കുക, 5 കൊടുക്കുക. 5 - 4 ഇൻറ്റു 180 ഡിഗ്രി ചെയ്തതാണ് 180 ഡിഗ്രി. ആൻസർ കിട്ടും. ഓപ്ഷൻ ബി നമുക്ക് സുഖമായിട്ട് ആൻസർ കൊടുക്കാം. അടുത്ത ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരുമ്പോഴത്തേക്കും പഠിക്കാൻ നോക്കാം, ചെയ്യാൻ നോക്കാം. നമ്മൾ പോളിഗൺ എന്ന് പറയുന്ന ചാപ്റ്റർ കൺസെപ്റ്റ് പഠിച്ചു. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 9. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ 1260, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ. അപ്പോൾ ഇവിടെ n-2 ഇൻറ്റു 180 ഡിഗ്രിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 1260. 0 0 പോയി 18 × 7 ആണ്. എന്നിൻ്റെ വാല്യൂ 2 9 2 7 9 സൈഡ് നമുക്ക് ഇവിടെ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 5. എന്ത് കിട്ടും ആൻസർ? 9 സൈഡഡ് പോളിഗൺ ഹാസ് n ഡയഗണൽസ്. ദ വാല്യൂ ഓഫ് n. ഇവിടെ n ഇൻറ്റു n-3/2ൻ്റെ വാല്യൂ നമുക്ക് n എന്ന് തന്നിട്ടുണ്ട്. n ക്യാൻസലായി. n-3യുടെ വാല്യൂ 2 ആണ്. n = 5 എന്ന് തോന്നുന്നു. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. അടുത്ത സ്വന്തമായിട്ട് ചെയ്തേ. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 9. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. സി 12, ഓപ്ഷൻ ഡി 15. എന്ത് കിട്ടും? എ പോളിഗൺ ഹാസ് 54 ഡയഗണൽസ്. നമ്പർ ഓഫ് സൈഡ്സ് 54 എന്ന് പറഞ്ഞാൽ 2 ഇവിടെ വരും. n ഇൻറ്റു n-3 ഇൻറ്റു n-3/2 ആണ്. 2 ഇവിടെ വന്നു. ഓപ്ഷൻ ഇന്ന് കൊടുത്ത് നോക്കാം. എന്നിന് ഏത് വാല്യൂ കൊടുത്താൽ 108 വരും. 7 കൊടുത്തു കഴിഞ്ഞാൽ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 7 നോക്കണ്ട, 9 മൾട്ടിപ്പിൾ ആണത്. അതെ, 9 × 6 54 അല്ല. ഓപ്ഷൻ സി 12. അപ്പം ഇതുമല്ല. 9 കൊടുത്തു കഴിഞ്ഞാൽ 9 × 6 57 വരും. 12 കൊടുത്തു കഴിഞ്ഞാൽ 12 × 9 108 സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ സി നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ വഴി ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കി ഓപ്ഷൻ വഴി എന്ത് ചെയ്യാൻ ചെയ്യാം. തെറ്റിക്കരുത്, സ്പീഡ് ചെയ്ത് തെറ്റിക്കരുത്, സമയമെടുത്ത് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകുമ്പോൾ സ്പീഡാക്കുക. ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 27. ഇഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 170 ഡിഗ്രി. ഇത് എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 170 ഡിഗ്രിയാണ് ഇൻറ്റീരിയർ ആംഗിൾ എങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് 170 ഇൻറ്റീരിയർ ആംഗിൾ ആണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? 180 ആണ് സമ്മ്, 10 ഡിഗ്രി വരും. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ 360 ആണ് ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിൾ. ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ 10 വെച്ച് അങ്ങനെ എത്ര സൈഡ് കാണും? 36 സൈഡ് കാണും. ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 10 15 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ചെയ്തു. ഓപ്ഷൻ എ 10 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ബി 15,
ഓപ്ഷൻ സി 24. സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ രീതിയിൽ തന്നെ ചെയ്യാം. ഓപ്ഷൻ ഡി 30. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആംഗിൾസ് അറ്റ് എ വെർട്ടിക്സ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 150 ഡിഗ്രി. അപ്പോൾ സമ്മ് നമുക്കറിയാം, ഇന്റീരിയർ ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് നമുക്കറിയാം 180. ഇതിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 150. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ. ഇപ്പോൾ രണ്ട് നമ്പറിൻ്റെ സമ്മും രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസും തന്നാൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂട്ടുമ്പോൾ 2i കിട്ടും. രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ. ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി എടുത്താൽ. ഇപ്പോൾ രണ്ടുകൂടെ കുറയ്ക്കുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഓൾറെഡി എല്ലാത്തിലും പറഞ്ഞിട്ടുള്ള ടൈംസ് സ്ക്വയർ ഡിസ്റ്റൻസിൻ്റെ എൻ്റെ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നിങ്ങളിത് കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഇവിടെ 2e കിട്ടും. കുറയ്ക്കുന്ന സമയത്ത് 180 - 150 30 കിട്ടും. 30ൻ്റെ പകുതി 15 ഡിഗ്രി എന്നിട്ട് 15 ഡിഗ്രിയാണ് നമ്മുടെ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 360 ഓരോ ആംഗിളും ഓരോ എക്സ്റ്റീരിയർ ആംഗിളും 15 വെച്ച് 30 ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര വന്നേനെ? 12 സൈഡ് വന്നേനെ. 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. ഇത് വെച്ച് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24 സൈഡായിരിക്കും ആ പോളിഗണിന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ റെഗുലർ പോളിഗൺ ഇഫ് വൺ ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ എക്സ്റ്റീരിയർ ആംഗിൾ ബൈ 132. അതായത് ഇന്റീരിയർ ആംഗിൾ മൈനസ് എക്സ്റ്റീരിയർ ആംഗിൾ 132 ആണ്. സമ്മ് നമുക്കറിയാം ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ 180 ആണ്. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 48ൻ്റെ പകുതി 24 മീറ്റർ. കുറയ്ക്കുമ്പോൾ 48ൻ്റെ പകുതി 24. നമ്പർ ഓഫ് സൈഡ് 360/24 എത്രയാണ്? 15 സൈഡ് ഉള്ളത്. പക്ഷേ ഇതെന്താണ്? പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് പെൻ ഫ്രീ ആവുന്നത്? ഡിഫറൻസ് 132 സമ്മ് 180. അങ്ങനെയാണെങ്കിൽ ചെറുതെന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ കുറച്ചാൽ മതി. ഇത് കുറച്ച് നോക്കിയാൽ അപ്പോൾ കിട്ടും. പകുതി എടുത്ത് അതിൻ്റെ കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ ചെറുത് കിട്ടും. കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ വലുത് കിട്ടും. കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ 48ൻ്റെ പകുതി 24. 24 നമ്മളുടെ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെ 360 ഉണ്ടാക്കേണ്ടത്. 24നെ 15 വട്ടം ഓടിച്ചാലാണ് 360 വരുന്നത്. 360/24 15. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. 15 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ എ 6400 ഡിഗ്രി. ഓപ്ഷൻ ബി 3200 ഡിഗ്രി. ഓപ്ഷൻ സി 2880 ഡിഗ്രി. ഓപ്ഷൻ ഡി 1440 ഡിഗ്രി. എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? The sum of all in the internal angles of a regular polygon whose one exterior angle is 20. ഇപ്പോൾ 1 exterior angle 20 ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സൈഡ് കിട്ടുമല്ലോ. അതിൽ എളുപ്പം. നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ 360/20 ആണ്. പറഞ്ഞാൽ 18 സൈഡാണ്. എഴുതേണ്ട ആവശ്യമില്ല. 18 സൈഡാണെങ്കിൽ എൻ്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ n-2 16 × 180 18 × 16 17ൻ്റെ സ്ക്വയർ -1 288 288 0. എങ്ങനെയാണ് ഞാൻ 17ൻ്റെ സ്ക്വയർ -1 എന്ന് പറഞ്ഞത്? 16 എന്ന് പറഞ്ഞാൽ 17 - 1. 18 എന്ന് പറഞ്ഞാൽ 16 × 18 ഒരു 0 കിട്ടും. 16 × 18 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്? 17 - 1 × 17 + 1 ആണ്. a - b × a + b. a + b × a - b a² - b² ആണ്. പ്രത്യേക ബാച്ചിലെ ഒഴിജിബ്ര കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 17ൻ്റെ സ്ക്വയർ 289 - 1ൻ്റെ സ്ക്വയർ 1. അങ്ങനെയാണ് 288 വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തും കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 150 ഡിഗ്രി. ഓപ്ഷൻ ബി 105 ഡിഗ്രി. ഓപ്ഷൻ സി 108 ഡിഗ്രി. ഓപ്ഷൻ ഡി 144 ഡിഗ്രി. എന്ത് കിട്ടും? മെഷർ ഓഫ് ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ക്യാൻ നെവർ ബി. ഒരിക്കലും എന്താകത്തില്ല. അപ്പം ഇത് 150 ഇന്റീരിയർ ആംഗിൾ എങ്കിൽ ഓപ്ഷൻ വഴിയാണ് ചെയ്യുന്നത്. 150 ഈ ഒരു ആംഗിൾ എങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വരും? എക്സ്റ്റീരിയർ ആംഗിൾ 30 വരും. 30 വന്നാൽ സൈഡ് എത്ര വരും? 360/30 12 വരും. 105 വന്നു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര വരും? ബാക്കി 180 സമ്മ് വരേണ്ടത്. 75 വരും. ഇപ്പം നമ്പർ ഓഫ് സൈഡ് എന്ത് വരും? 360/75. 360/75 എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും അത് മൾട്ടിപ്പിൾ ആണോ? 75 × 4 300 ആണ്. 75 × 5 375 ആണ്. അതായത് 5 സംതിങ് വരും. ഇപ്പം നമ്പർ ഓഫ് സൈഡ് ഒരിക്കലെങ്കിലും പോയിന്റ് വരുമോ? നോ, പോയിന്റിൽ വരത്തില്ല. നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഡിജർ ആയിരിക്കും. ഒരു പോളിഗണിന് 5.8 സൈഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ഒരിക്കലും എന്ത് വരത്തില്ല? ഇന്റീരിയർ ആംഗിൾ 105 വരത്തില്ല. ബാക്കിയെല്ലാം വന്നിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ക്ലിയർ ആണത്. എമോങ് ദ ആംഗിൾസ് ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 45, ഓപ്ഷൻ ഡി 50. ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ഇതൊന്നാണ് ഹോംവർക്കാണ്. ഒരു ദിവസം കൂടെ ചെയ്തോ. 20 ദിവസം. യെസ്, അല്ല ഇത് വേണ്ട. 2 ദിവസം ചെയ്തു. 1, 2 ദിവസം ഹോംവർക്കാണ്. യെസ്,
അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 6 ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ബാക്കി ക്ലാസ്സുകൾ മാക്സിമം ഒരു വീക്കിൽ 3 ക്ലാസ്സെങ്കിലും മിനിമം തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ബാക്കി എല്ലാ ക്ലാസ്സിലും കാണുക. ഏകലവ്യ ബാച്ച് മാത്രമല്ല അർജുന ബാച്ചും കാണുക. ഓക്കെ. ഒരിക്കലും നിങ്ങൾ യൂട്യൂബിലെ ബാക്കി ക്ലാസ് ചാനലുമായിട്ടൊന്നും ഈ ചാനലിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മാക്സിമം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരിക്കലും യൂട്യൂബിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പ്രയാസമായിരിക്കും. എനിക്ക് പറ്റുന്നത്രയും സിലബസ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ ഫോളോ ചെയ്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യൂസൊക്കെ നല്ല കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ കുറച്ച് പേരെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞു വരും എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. യൂസ്ഫുൾ ആക്കുക. എഫേർട്ട് ഇടുന്നതിന് റിസൾട്ട് തിരിച്ചു വരും. ഓക്കെ.